അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പോലും ഒരു ജനകീയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ അത് വളച്ചൊടിച്ചത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി കിട്ടിയ ഒരു വിവരമായിരുന്നു വനത്തിനകത്താണ് ഈ കടുവ ആക്രമണം നടന്നത്, അവരെ കടിച്ചു കൊന്നത് എന്നുള്ളതാണ്. ആ പ്രാഥമികമായ ഒരു വിവരം കിട്ടുമ്പോൾ അത് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്തു എന്നതിൽ കവിഞ്ഞ് അത് അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ എന്നിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇന്നലെ ADM-മായി ഈ വനം ഇതുമായി ബന്ധപ്പെട്ട് കടുവയുമായി ബന്ധപ്പെട്ട് കടുവ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് പ്രാദേശികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇന്നലെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപൃതരാകുന്ന തിരക്കിലാണ് എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അക്രമകാരിയായ മൃഗം എന്നുള്ള തരത്തിലേക്ക് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഒരു ഓർഡറാണ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സൂട്ടഡ് സൈറ്റ് നമ്മൾ സ്വാഗതം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും മന്ത്രിയോട് എതിർപ്പൊന്നുമില്ല. അല്ല, ഇല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞല്ലോ. മിനിസ്റ്റർ തിരുത്തിയതോട് കൂടി അദ്ദേഹത്തോട് നമ്മൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ എതിർക്കുക എന്നുള്ളതല്ല, രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലല്ല. ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തിരുത്തുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അത്തരം ഒരു രാഷ്ട്രീയ ബാനറിന്റെ കീഴിൽ വന്ന് സമരം നടത്തിയ ആളുകളല്ല, ജനങ്ങളുടെ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്വീകരിക്കുന്നു, തങ്ങളുടെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നു. മന്ത്രിയോട് വ്യക്തിപരമായി ഒരു വിരോധവും ഇല്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ RRT സംഘം കടുവയ്ക്ക് അരികിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്.